ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ, അതായത് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമല്ലോ ആ സ്ഥലം, ഇസ്രായേൽ, ലെബനൻ, സിറിയ, ഇറാഖ്, ജോർദാൻ, ഈജിപ്റ്റ്, കംപ്ലീറ്റ് ഏരിയ. അതിങ്ങനെ സൈക്കിളായിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇസ്രായേലിന് വടക്ക് നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് വന്ന് ഈ രാജ്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ പ്രദേശം മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരേ ഒരു ആണവശക്തിയുള്ളത് ഇസ്രായേലാണ്. വേറെ ആർക്കും ഇതില്ല. അവരെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിന് ആണവായുധമുള്ളത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ്റെ ആണവായുധം എന്ന് പറയുന്നത് അമേരിക്കയുടെ കൺട്രോളിലുമാണ്. അവനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഇറാൻ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇറാനെ പേടിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു, ഡീലുണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആദ്യം ഈ കണ്ടീഷൻസ് ഉണ്ടാകും. ഒന്ന്, ഇവരുടെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇപ്പം നിർത്തണം. നമ്പർ 2, അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അവസാനത്തെ തരി എൻറിച്ച്ഡ് യുറേനിയം വരെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം. നമ്പർ 3, ഇവരുടെ ഗുണ്ടകളുണ്ടല്ലോ, ഹൂത്തി, ഹമാസ്, ഹിസ്ബുള്ള, ഇതിനെയൊക്കെ പിരിച്ചുവിടണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ എണ്ണയോ പിണ്ണാക്കോ എന്താണെന്ന് വെച്ചാൽ കരാറുണ്ടായി. ട്രംപ് അത് നിഷേധിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്.